സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ പോലും പോലീസിന് മർദ്ദനം നേരിടേണ്ടി വരുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ്. കണ്ണൂരിലാണ് പോലീസ് സ്റ്റേഷനിൽ കയറി SHOയെ ആക്രമിച്ചത്. സംഭവത്തിൽ പ്രതികൾ CPM പ്രവർത്തകരാണ് എന്നതും ശ്രദ്ധേയമാണ്. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷജീർ ഇക്ബാലിനെ മർദ്ദിച്ച കേസിലെ പ്രതിയായ CPM പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ കയറി SHOയെ ആക്രമിച്ചത്. 15 CPM പ്രവർത്തകരായിരുന്നു ഇതിന് പിന്നിൽ. കേസിൽ അറസ്റ്റിലായ CPM പ്രവർത്തകനെ മോചിപ്പിക്കാനെത്തിയ സംഘം SHOയുടെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയും പോലീസുകാരെ ചീത്ത പറയുകയും ചെയ്തു. ഫെബ്രുവരി 25 ഉച്ചയ്ക്ക് 1:15 പെരിങ്ങോം ടൗണിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാനെത്തിയ ഷജീർ ഇക്ബാലിനെ മർദ്ദിച്ച 7 അംഗ CPM സംഘത്തിൽപ്പെട്ട പെരളം സ്വദേശി CV വിഷ്ണുപ്രസാദിനെയാണ് SHO TK മുകുന്ദൻ, SI സവ്യസാജി, ഗ്രേഡ് ASI മോഹനൻ, CPO പ്രമോദ് എന്നിവർ ചേർന്ന് വീട്ടിൽ നിന്ന് പിടികൂടിയത്. വിവരമറിഞ്ഞതിന് പിന്നാലെ രാത്രി എത്തിയാണ് CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കടന്നത്. SHO മുകുന്ദനോട് "നീ ആരാടാ? CPM നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ നിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയാം" എന്ന് ഭീഷണിപ്പെടുത്തുകയും കേട്ടാലറയ്ക്കുന്ന അശ്ലീല ഭാഷയിൽ ചീത്ത വിളിക്കുകയും ചെയ്തു. സംഘത്തിലുണ്ടായിരുന്ന നിധിൻ SHOയെ കൈനീട്ടി അടിക്കാൻ നോക്കിയെങ്കിലും സാധിക്കാതെ വന്നതോടെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയായിരുന്നു. ഈ സമയം കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി വിഷ്ണുപ്രസാദ് "നിന്നെ വിടിലട" എന്ന് ആക്രോശിച്ച് SHOയെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ പോലീസുകാർ ബലം പ്രയോഗിച്ച് ഇയാളെ സെല്ലിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് അക്രമി സംഘത്തിലെ മറ്റ് പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കി. സിധിൻ, രാധാകൃഷ്ണൻ, മനീഷ്, അറസ്റ്റിലായ പ്രതി CV വിഷ്ണുപ്രസാദ് എന്നിവരുടെയും കണ്ടാലറിയാവുന്ന 10 പാർട്ടി പ്രവർത്തകരുടെയും പേരിൽ കേസെടുത്തിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, കണ്ണൂർ.